എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 +2 റിസൾട്ട് 2024 മെയ് 5-ന് പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അതായത് പല വീഡിയോസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെയ് 5-ന് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട് +2 റിസൾട്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. മെയ് 5-ന് ഞങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കണമെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം അത് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 മെയ് 5-ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്തായാലും മെയ് 5-ന് +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, +2 റിസൾട്ട് മെയ് 5-ന് പ്രസിദ്ധീകരിക്കണമെങ്കിൽ +2 റിസൾട്ട് മെയ് 5-ന് പ്രസിദ്ധീകരിക്കണമെങ്കിൽ SLC റിസൾട്ട് എന്ത് ചെയ്യണം, മെയ് 1-നെങ്കിലും പ്രസിദ്ധീകരിക്കണം. കാരണം എല്ലാ വർഷവും ഇങ്ങനെയാണ് റിസൾട്ടുകളൊക്കെ പുറത്തു വരുന്നത്. അതായത് ആദ്യം എന്ത് ചെയ്യും, SLC റിസൾട്ടാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SLC റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുകയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നത് 25-ആണ്. ഒരു 15-നും 25-നും ഉള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നത് ഉറപ്പാണ്. എന്തായാലും മെയ് 5-ന് റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കൊരു 90% വെച്ച് നോക്കിക്കഴിഞ്ഞാലും മെയ് 5-ന് റിസൾട്ട് വരില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം മെയ് 5-ന് +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കണമെങ്കിൽ മെയ് 1-ന് എന്ത് ചെയ്യണം, SLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണം. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ അപ്പോൾ ഉണ്ട്. SLCയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് +2-ൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ഏതായാലും മെയ് 5-ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കെന്തായാലും ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു 80% നമുക്ക് എന്ത് ചെയ്യാം, ഇല്ല എന്ന് നമുക്കൊരു ഉറപ്പിച്ച് പറയാൻ സാധിക്കും മെയ് 5-ന് വരില്ല എന്നത്. കാരണം വാല്യുവേഷൻ വർക്കുകൾ കഴിഞ്ഞതേ ഉള്ളൂ, ടാബുലേഷൻ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എലക്ഷൻ ഡ്യൂട്ടി വെള്ളിയാഴ്ചയായിരുന്നു, അത് കഴിഞ്ഞ് ശനി ഞായറൊക്കെ കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ചയാണ് അധ്യാപകർ വീണ്ടും ടാബുലേഷൻ വർക്കുകൾക്കായി വാല്യുവേഷൻ ക്യാമ്പുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാബുലേഷൻ വർക്കുകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് മെയ് 5-ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മെയ് 5-ന് വരില്ല എന്ന് തന്നെ നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ എന്താണ്, മെയ് 5 എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങോട്ട് ആകാനായി കഴിഞ്ഞു. ഇപ്പം മെയ് 5 എന്ന് പറയാൻ ആകാനായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മെയ് 5-ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാത്തിരിക്കാം ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.